ഹായ് ഹലോ നമസ്കാരം. ഇന്നലെ സൺഡേ ഇന്നലത്തെ കാര്യങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിരുന്ന വീഡിയോ. അപ്പോൾ ഒരു ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് കരുതി രാവിലെ ഗ്രീൻ പീസ് കറിയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഗ്രീൻ പീസ് കറി പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും പെരിഞ്ചീരകം ഇട്ടു. വലിയ ജീരകം പെരിഞ്ചീരകം പൊട്ടി നന്നായി മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടി ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വലിയ സ്ലൈസ് ആക്കുമൊന്നും വേണ്ട. സബോളയൊക്കെ നമ്മളിത് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കും. അതുകൊണ്ട് ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. അല്പം ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി. ഒരുപാട് വഴറ്റുകയും വേണ്ട കേട്ടോ, നമ്മൾ പേസ്റ്റ് ആക്കുമല്ലോ. അതുകൊണ്ട് ഒരു മീഡിയം രീതിക്ക് വഴറ്റി കിട്ടിയാൽ മതി. അതിന് ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി 1.25 ടീസ്പൂണും 1/2 ടീസ്പൂൺ കുരുമുളക്, ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇത് പച്ചമണം മാറുവോളം നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ടു. തക്കാളി അല്പം ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ വെച്ചു. ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പോഴത്തേക്ക് ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്തപ്പോൾ എരിവ് ഇത്തിരി കുറവാണ്. ഞാൻ 3 പച്ചമുളകും കൂടി ഇട്ടു. ഇത്തിരി ഉപ്പ് കൂടി ഇട്ടു കേട്ടോ. ഉപ്പ് നോക്കണേ. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും ഗ്രീൻ പീസ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ പച്ചപ്പട്ടാണിയായിരുന്നേ. അപ്പോൾ അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും നന്നായിട്ട് വേവിച്ചെടുത്തു. ലാസ്റ്റ് വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലിയില ഉണ്ടായിരുന്നു. അപ്പം പൊടിയായിട്ട് അരിഞ്ഞ് മല്ലിയിലയും കൂടെ ഞാനതിലേക്ക് ചേർത്തു. മല്ലിയില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ചേർക്കണേ. എന്നിട്ട് അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പത്തിൻ്റെ മാവെല്ലാം നല്ല സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അപ്പം ഗ്രീൻ പീസ് കറിയാണേ. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് അതിന് കറിക്ക് വറവിടാൻ വേണ്ടി കടുക് പൊട്ടിച്ചു. കുഞ്ഞുള്ളിയും പത്തലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കറി നല്ല സെറ്റായി. എന്നിട്ട് പിന്നെ ഞാൻ അപ്പം ചുടാനായിട്ട് പോയേ. ഭാഗ്യം അപ്പം നല്ലപോലെ ഒത്തിട്ട്. അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രഞ്ജിത്തപ്പത്തേക്കും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. പിള്ളേരെ എണീക്കാൻ ലേറ്റായി. അതുകൊണ്ട് റെഡിയായില്ല. 10:30 കുർബാന. അതുകൊണ്ട് രഞ്ജിത്ത് തന്നെ പോയി, ഞങ്ങൾ പോയില്ല. പിന്നെ ഞാനൊരു കക്കയിറച്ചി റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ചക്കത്തേക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കണേ. കക്കയിറച്ചി റോസ്റ്റിൻ്റെ നല്ല ചൂട്. ഒരു മാംഗോ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു മാംഗോ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കോവൽ പന്തലയിൽ ഒരു പ്രാവ്, അതിൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അതിങ്ങനെ വന്ന് അവിടെ ഇരിക്കുക. എന്തോ വയ്യാഴിക പോലെ ഉണ്ട് അതിന്. അപ്പം അതിനെയൊക്കെ നോക്കി കുറേ നേരം നിന്ന് പിന്നെ രഞ്ജിത്ത് വന്നു, ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരമായപ്പോൾ അയല ഉണ്ടായിരുന്നു. പള്ളി കഴിഞ്ഞ് അത് മേടിച്ചുകൊണ്ട് വന്നാൽ പിന്നെ അയലയെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച് കഴുകി കട്ട് ചെയ്തതുള്ളേ. പിന്നെ അതിനാവശ്യമായ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ റെഡിയാക്കി വെച്ചു. രഞ്ജിത്ത് കറി വെച്ചോളും. പിന്നെ കുടംപുളിയും ചൂട് വെള്ളവും ഉപ്പും ഒഴിച്ച് ഇങ്ങനെ ഇടും. അപ്പോൾ പുളി വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രഞ്ജിത്തിനോട് പറയുകയാണേ, വെറുതെ ഇളക്കി ഷോ കാണിക്കല്ലേ എന്ന്. സത്യത്തിൽ രഞ്ജിത്ത് മീൻകറി വെക്കുന്നത്. ഞാൻ മീൻകറി വെച്ചാൽ ശരിയാവും, പക്ഷേ അത്ര ടേസ്റ്റ് വരാറില്ല. പക്ഷേ രഞ്ജിത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ മീൻകറിയൊക്കെ വെച്ചു. നല്ല ടേസ്റ്റാണ് മീൻകറി. അപ്പോഴത്തേക്കും ജസ്ലിൻ വന്നു കേട്ടോ. ജസ്ലിൻ എന്നോട് എന്തൊക്കെയോ കുറേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, പാവക്കുട്ടിയൊക്കെ ആയിട്ട്. പിന്നെ വൈകിട്ടത്തേക്ക് ചിക്കൻ എയർ ഫ്രയറിൽ വറുത്തു. രാത്രി ഫുഡ് ചിക്കനായിരുന്നേ. എന്നിട്ട് പിന്നെ കുറച്ച് സാലഡ് കൂടെ ഉണ്ടാക്കി. വൈകുന്നേരം ഇവിടെ ചോറ് ഞങ്ങൾ കഴിക്കാറേ ഇല്ല കേട്ടോ, ഒരു നേരം ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഒക്കെ സാലഡും ഉണ്ടാക്കി ബ്രെഡ് ടോസ്റ്റും ചെയ്തു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇതൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വീട് അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.